കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന വീട്ടമ്മ കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്കും മെഡിക്കൽ കോളേജ്, താലൂക്ക് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ചുകളും പിക്കറ്റിംഗും ഉൾപ്പെടെയുള്ള മുതൽ തിരുവനന്തപുരം വരെയുള്ള ആരോഗ്യ മേഖലയിൽ, ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെയാണ് നമ്മൾ കാണുന്നു. കോട്ടയത്ത് ഒരു വീട്ടമ്മ, ആ ജീർണാവസ്ഥയിലുള്ള കോട്ടയത്തിലെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് ആ വീട്ടമ്മ മരണപ്പെടുന്നു. അതിനു മുമ്പായിട്ട് നമ്മൾ കണ്ടു കോഴിക്കോട് പേവിഷബാധയേറ്റ് 2 കുട്ടികൾ, അതായത് നായയുടെ കടിയേറ്റ് ഇവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ ഇവർക്ക് വാക്സിൻ എടുക്കുന്നു. ഈ കുട്ടികള് 2 പേര് ഒരാഴ്ചക്കുള്ളിൽ 2 പേര് വീട്ടിൽ പോകുന്നു. ഇവര് പേവിഷബാധയേറ്റ് മരിക്കുന്നു. ഈ പേവിഷബാധയുടെ വാക്സിന്റെ ക്വാളിറ്റിയാണ് അവിടെ നാം കണ്ടത്, ചർച്ച നടത്തിയത്. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമുക്കറിയാം ഈ കഥകള് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ എല്ലാ മേഖലയും, സമസ്ത മേഖലയുടെയും തകർച്ചയുടെ ഭാഗമായിട്ട് ആരോഗ്യ മേഖല കൂടുതൽ തകർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ഹോസ്പിറ്റലുകളിലെല്ലാം കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരു രോഗി ആ ബെഡിൽ കിടപ്പുണ്ടെങ്കിൽ അതിന്റെ കൂട്ടിരിപ്പുകാരൻ സെന്ററിലേക്കും ആ രോഗിയുടെ തലക്കിലും കാക്കിലും ഓരോ ആളുകളുണ്ടാകും. കാരണം ഈ രോഗി ഒന്ന് ഡിസ്ചാർജ് ചെയ്തൊക്കെ പോയെങ്കിൽ മാത്രമാണ് ഈ കട്ടിലൊന്ന് പിടിക്കുവാൻ പറ്റുള്ളൂ. 1000 രോഗികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യമുള്ളിടത്ത് 4000-ഓളം 5000 രോഗി വരുമ്പോൾ ഇതിന്റെ ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ നാട് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഭരണം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളാണ്. ഇവിടെയാണ് ഇതിന്റെ പരാജയം നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് ഇതെല്ലാം കണ്ടുപടുത്തുകൊണ്ട് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉന്നതനായിട്ടുള്ള ഓഫീസർ ഈ നാട്ടിലെ ജനസമൂഹത്തോട്, ഈ നാട്ടിലെ പത്രങ്ങളോട്, ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്കിനിയും കണ്ടു നിൽക്കാൻ പറ്റില്ല, എനിക്കിനിയും സഹിക്കാൻ പറ്റില്ല. എന്റെ മകന്റെ പ്രായമുള്ള ആളുകള് എന്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു, ഏതെങ്കിലും ഈ രോഗികളായിട്ടുള്ള ആളുകള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ അവരുടെ കൈകളില് അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരുടെ കിടപ്പിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും മറ്റ് ഫ്ലാസ്കുകളും പ്ലേറ്റുകളുമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ ഭരണകാലത്ത് നിഘണ്ടുവിൽ എഴുതി ചേർക്കും. ആ രോഗി പോകുമ്പോൾ വലത് കൈയിൽ ഈ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളാണെങ്കിൽ മറുകൈയില് ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് മരുന്നുകളും സൂചികളും അതുപോലെ തന്നെ ആ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കളുമായിട്ട് പോകേണ്ട ഗതികേടിലാണ് കേരളം എത്തി നിൽക്കുന്നത്. നാം കാണുന്നു, കൊല്ലത്ത് ഷിബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു